Hi students, myself Georgian Sakaria, Faculty of Physics. നിങ്ങൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫിനോമിനൻസ് പഠിച്ചു. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻഡഫറൻസ്, പോളറൈസേഷൻ. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഫിനോമിനയും കൂടെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അതാണ് പോളറൈസേഷൻ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫിനോമിന പോളറൈസേഷനെ കുറിച്ചാണ്. ആ പോളറൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം, ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. വേവ്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാർട്ടിക്കിൾസിന് വൈബ്രേഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അവിടെ ഓസിലേറ്റ് ചെയ്യണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഫോം ചെയ്യണമെങ്കിലും അവിടെ വേരിയേഷൻസ് ഉണ്ടായിരിക്കണം. അവിടെ വേരിയേഷൻ ഉണ്ടാകുന്നത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനുമാണ്. As electric field and magnetic fields are varying perpendicular to each other, as a resultant electromagnetic waves are formed. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഏതെങ്കിലും ഡയറക്ഷനിലല്ല അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ വൈബ്രേറ്റിംഗ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. As a resultant electromagnetic waves are formed. These electromagnetic waves are propagating perpendicular to both the electric and magnetic field. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതും ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇഫ് യു കൺസിഡർ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഓക്കെ, in electromagnetic wave, this is the representation of the magnetic field. Okay, and this one is the representation of electric field. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡിഫറെൻറ്റ് പ്ലെയിനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ദീസ് ടു പ്ലെയിൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ വൈ ആക്സിസിലാണ്. Magnetic field is vibrating along the Z axis. Electromagnetic waves propagating along the X axis ആയിരിക്കും. So the electromagnetic waves is perpendicular to both electric and magnetic field. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിനും വേരിയേഷൻ ഉണ്ട്. ദ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ റെസ്പോൺസിബിലിറ്റി ഫോർ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷനാണ്. സിൻസ് ദ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ വിഷൻ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ നമ്മളവിടെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുകയാണ്. നമ്മളതുകൊണ്ട് ഇനിയുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ മാത്രമേ നമ്മളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ നമ്മളെ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, ഇഫ് യു കൺസിഡർ ആൻ ഓർഡിനറി സോഴ്സ് ഓഫ് ലൈറ്റ്. ഓർഡിനറി സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിളി ലാമ്പ് ഈസ് എ ഓർഡിനറി സോഴ്സ് ഓഫ് ലൈറ്റ്. സൺ ഈസ് എ ഓർഡിനറി സോഴ്സ് ഓഫ് ലൈറ്റ്. ദിസ് ഓർഡിനറി സോഴ്സ് ഓഫ് ലൈറ്റ് കണ്ടെയ്ൻസ് large number of excited atoms. So if we consider, these are the excited atoms in the ordinary source of light. Okay, all these are excited atoms. That means each atom produces electric field. This atom produces electric field vibration in this direction. This is a second atom that produces electric field vibration in this direction. Here electric field is vibrating in this direction. Here electric field is vibrating in this direction. Okay, so electromagnetic waves is the superposition of the waves produced by the individual atoms. ഇതിൻ്റെ എല്ലാം കൂടെ സൂപ്പർ പൊസിഷൻ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കിട്ടുന്നത്. So we can say that the electromagnetic waves, electric fields are vibrating in all possible directions എന്ന് നമുക്ക് പറയാം. Okay, so
ഇവിടെ ഓരോ ആറ്റവും അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ സൂപ്പർ പൊസിഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനിലല്ല. ഒരു എക്സൈറ്റഡ് ആറ്റം എടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വൈബ്രേറ്റിംഗ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ, ബട്ട് അനദർ വൺ വിൽ ബി electric field is vibrating in another direction. The superposition is taken, so excited atoms vibrating electric field is in all the direction. So these are the representation of the electric field in a electromagnetic waves. Okay, this is the electric field of one excited atom. This is another one, this one is another one. So we can say that in an electromagnetic waves, electric field is vibrating in all directions. Okay, നമുക്ക് ഇതിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷനെ നമുക്ക് ഇങ്ങനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ in these cases the electric fields are vibrating in all the directions. So such types of light is known as the unpolarized light. ഈ ലൈറ്റിനെയാണ് മക്കളെ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇലക്ട്രിക് ഫീൽഡ്സ് ആർ വൈബ്രേറ്റിംഗ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. ഓക്കെ, അതിനെ നമ്മൾ കമ്പോണൻസ് ആക്കി ഹൊറിസോണ്ടലും വെർട്ടിക്കലും കമ്പോണൻസും ആക്കി മാറ്റുമ്പോൾ നമുക്ക് ഈ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർ സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ അൺപോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ്. അതിൻ്റെ സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് ദ അനദർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി അൺപോളറൈസ്ഡ് ലൈറ്റ്. Arrow mark shows there's a vibration of electric field parallel to the plane, and dot represent the vibration of electric field perpendicular to the plane is there. So these are the representation of the unpolarized light is here. ഓക്കെ, അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇലക്ട്രിക് ഫീൽഡ്സ് ആർ വൈബ്രേറ്റിംഗ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പോളറൈസേഷനെ കുറിച്ചാണ്. നമ്മൾ ലൈറ്റിൻ്റെ ഡിഫറൻറ്റ് ഫിനോമിനൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡഫറൻസ് പഠിച്ചു, അതോടൊപ്പം തന്നെ ഡിഫ്രാക്ഷൻ പഠിച്ചു. ഇൻഡഫറൻസും ഡിഫ്രാക്ഷനും ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഇൻഡഫറൻസ് വെച്ച് ഡിഫ്രാക്ഷനും വെച്ച് ലൈറ്റ് ഏത് ടൈപ്പ് ഓഫ് വേവ്സ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതായത് ലൈറ്റ് ലോഞ്ചിറ്റ്യൂഡിനലാണോ ട്രാൻസ്വേഴ്സ് ആണോ എന്ന് ഇൻഡഫറൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫ്രാക്ഷൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ലൈറ്റ് ഏത് ടൈപ്പ് ഓഫ് വേവ്സ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന വെച്ചാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റാൻ പോകും. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്സ് ആർ വൈബ്രേറ്റിംഗ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻ. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷനെ ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദി കേസ് ഓഫ് polarization of light, the vibration of electric field is restricted to a single direction. The polarization എന്ന ഫിനോമിന വെച്ച് ലൈറ്റ് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഡഫറൻസും ഡിഫ്രാക്ഷനും ലൈറ്റിൻ്റെ വേവ് നേച്ചറാണ് പ്രൂവ് ചെയ്തെങ്കിൽ ലൈറ്റ് ഏത് ടൈപ്പാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഫിനോമിന ആണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു പോളറൈസേഷൻ. അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ്സ് ആർ വൈബ്രേറ്റിംഗ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. ആ പോസിബിളായിട്ടുള്ള എല്ലാ ഡയറക്ഷനെയും റെസ്ട്രിക്റ്റ് ചെയ്ത് അതിനെ സിംഗിൾ ഡയറക്ഷനിലേക്ക് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ സിംഗിൾ ഡയറക്ഷനിലേക്ക് ആക്കണം. അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്.
So the phenomena of restricting the vibration of light, that is electric field, magnetic field നമ്മൾ കൺസിഡർ ചെയ്യില്ല. In a particular direction perpendicular to the direction of propagation of wave is called a polarization of light. അപ്പോൾ ഒരു ലൈറ്റിനെ പോളറൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഡിവൈസ് വേണം. ആ ഡിവൈസിനെയാണ് നമ്മൾ പോളറൈസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദ ടൂർമലൈൻ ക്രിസ്റ്റൽ, സെക്കൻഡ് വൺ ഈസ് ദ നിക്കോൾ പ്രിസം, ആൻഡ് തേർഡ് വൺ ഈസ് ദ പോളറോയിഡ്. So these are the polarizer. Using this device we can convert unpolarized light into polarized light. അടുത്ത നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് പോളറൈസേഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചാണ്. എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മളെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. Okay, this is the unpolarized light. Since electric fields are vibrating in parallel to the plane and perpendicular to the plane. So here is what device is here. This is known as the tourmaline crystal, that is a polarizer. Okay, so this device is used to polarize the light. And this dotted line is represented by the axis of the crystal. Okay. When unpolarized light is passes through the crystal, this crystal allow the vibration of the electric field parallel to its axis. ഇതിൻ്റെ ആക്സിസിന് പാരലായിട്ടുള്ള വൈബ്രേഷനെ മാത്രമേ ഈ ക്രിസ്റ്റൽ ഇതിൽ കൂടെ പാസ് ചെയ്യിക്കത്തുള്ളൂ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷനെ ഈ ക്രിസ്റ്റൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. So we can say that in other side of this crystal the electric fields are vibrating in a single direction. So this light is a polarized light. Okay, the light that electric field is vibrating in a plane, so that is known as the plane polarized light. Okay, so we can say that this is the vibration of the electric field. So the plane A, B, C, D is known as the vibration of the plane. Okay, or that is known as the plane of vibration. Clear? Then if you listen, so this perpendicular vibration is restricted here. That means P, Q, R, S. That plane is perpendicular to the plane of vibration. That vibration is restricted here. That is known as the plane of polarization. But രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നാമത്തേത് പ്ലെയിൻ ഓഫ് വൈബ്രേഷനും ഉണ്ട്, രണ്ടാമത്തേത് പ്ലെയിൻ ഓഫ് പോളറൈസേഷനും ഉണ്ട്. പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് അല്ലെ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഏതാണോ അതാണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. ഏത് പ്ലെയിനിലുള്ള വൈബ്രേഷനെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അത് ദിസ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ ആൻഡ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, നമുക്ക് അടുത്തത് പഠിക്കാനായിട്ടുള്ളത് മക്കളെ, ഈ വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. വി വാണ്ട് ടു ചെക്ക് ഇറ്റ് വെദർ ദ ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട്. ഓക്കെ, നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് കൺസിഡർ ചെയ്യാം. അത് പോളറൈസറിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പഠിച്ചു നമുക്ക് കിട്ടുന്ന ലൈറ്റ് എന്ന് പറയുന്നത് അതൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യണം ദിസ് ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട്. ഓക്കെ, അതിന് നമ്മൾ ഒരു ക്രിസ്റ്റലും കൂടെ കൺസിഡർ ചെയ്യുകയാണ്. ആ ക്രിസ്റ്റൽ വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെദർ ദ ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട്. സോ ദാറ്റ് ഡിവൈസ് ഈസ് നോൺ ആസ് ദി അനലൈസർ. അപ്പോൾ അനലൈസർ എന്ന് പറയുന്നതും പോളറൈസർ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് അല്ല, സെയിം ആണ്, രണ്ടും ഒരേ ഡിവൈസാണ്. ഹിയർ this crystal is used to polarize the light, so that is known as the polarizer. This crystal is used to analyze the light whether it is polarized or not, so that is known as the analyzer. ഓക്കെ, അപ്പോൾ രണ്ട് ക്രിസ്റ്റൽ നമ്മൾ അവിടെ എടുത്തിരിക്കുകയാണ്, ഒന്ന് പോളറൈസറും ഒന്ന് അനലൈസറും. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റ്
പോളറൈസറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ പോളറൈസറിൻ്റെ പാരലായിട്ടുള്ള വൈബ്രേഷനെ മാത്രമേ അത് പാസ് ചെയ്യിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വരുന്ന അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I0 ആണെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും, അത് I0/2 ആയിരിക്കും. ഓക്കെ, വെൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് പാസസ് ത്രൂ എ ക്രിസ്റ്റൽ, that light is polarized, that intensity becomes half of the unpolarized light ആയിരിക്കും. Here intensity is I0, so here is light is polarized, that intensity becomes I0 divided by 2. Okay, നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യണം മക്കളെ, whether this light is polarized or not. അതിനു വേണ്ടിയാണ് നമ്മൾ അടുത്ത ക്രിസ്റ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ദി അനലൈസർ. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കുക, പോളറൈസറിൻ്റെ ആക്സിസും അനലൈസറിൻ്റെ ആക്സിസും രണ്ടും നമ്മളെ പാരലായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടിൻ്റെയും ആക്സിസ് ഇവിടെ പാരലൽ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ പാരലാകുമ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻസ് അതേ വൈബ്രേഷൻസ് തന്നെ അനലൈസറിൽ കൂടെയും പാസ് ചെയ്തു പോകും. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി I0/2 ആണെങ്കിൽ അനലൈസറിലെ ഇൻറ്റൻസിറ്റിയും I0/2 തന്നെ ആയിരിക്കും. ഓക്കെ, വെൻ ദ ആക്സിസ് ആർ പാരലൽ ടു ഈച്ച് അതർ, രണ്ട് പേരുടെയും ആക്സിസ് പാരലൽ ആണെങ്കിൽ. ഓക്കെ ആണല്ലോ? സോ ഫസ്റ്റ് ദ പോളറൈസർ ആൻഡ് അനലൈസർ ആർ പ്ലേസ്ഡ് parallel to each other. അതിൻ്റെ ആക്സിസ് രണ്ടും പാരലൽ ആണെങ്കിൽ the intensity of the polarizer is I0/2, so intensity of analyzer also I0/2 ആയിരിക്കും. നമ്മളിവിടെ ഇന്ന് ഈ അനലൈസറിനെ ഒന്ന് സ്ലൈറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. If the analyzer is rotating, at that time the intensity of the emerging light from the analyzer is decreases. If the analyzer is perpendicular, that is 90 degree. So analyzer is placed perpendicular to the polarizer, that intensity of light becomes 0. Intensity of light becomes 0. അപ്പോൾ initially നമ്മൾ പ്ലേസ് ചെയ്ത് if the polarizer and analyzer axes are parallel, both the intensities are same. Here I0/2, here also I0/2 is there. Okay, then the analyzer is gradually rotating. Here intensity is decreases. If the analyzer is perpendicular, analyzer means axis of analyzer. The axis of analyzer is perpendicular to the axis of polarizer. This intensity becomes 0. So we can say that this light is polarized. അപ്പോൾ ഒരു ലൈറ്റ് പോളറൈസ്ഡ് ആണെങ്കിൽ അനലൈസറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അനലൈസറിൻ്റെ എമർജൻറ്റിങ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യും. ഇഫ് ദ അനലൈസർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പോളറൈസർ, ദാറ്റ് ഇൻറ്റൻസിറ്റി ബിക്കംസ് 0 ആയിരിക്കും. അങ്ങനെ 0 ആകുന്നെങ്കിൽ സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ലൈറ്റ് ഈസ് എ പോളറൈസ്ഡ് ലൈറ്റ്. വീണ്ടും ഇവിടെ ഇന്ന് റൊട്ടേറ്റ് ചെയ്യുക. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യും. അത് വീണ്ടും പാരലാവുമ്പോൾ ഇൻറ്റൻസിറ്റി മാക്സിമം ആകും, അത് I0/2 ആയിട്ട് മാറും. ഓക്കെ, സോ അറ്റ് ദാറ്റ് ടൈം ദ ലൈറ്റ് ഈസ് എ പോളറൈസ്ഡ് ലൈറ്റ്. ഇനി അനലൈസർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഇഫ് ദ ഇൻറ്റൻസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്, അനലൈസർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എമർജൻറ്റിങ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, ഡസ് നോട്ട് ചേഞ്ച് ദ ഇൻറ്റൻസിറ്റി ഓഫ് എമർജൻറ്റ് ലൈറ്റ്, സോ ദിസ് ലൈറ്റ് ബിക്കംസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് അഗെയിൻ യു റൊട്ടേറ്റിംഗ് ദിസ് അനലൈസർ, ഇറ്റ്സ് ഇൻറ്റൻസിറ്റി ഈസ് ഗ്രാജുവലി ഡിക്രീസസ്. ഇൻറ്റൻസിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് ദാറ്റ് ഇൻറ്റൻസിറ്റി ഈസ് നോട്ട് 0. ആ ഇൻറ്റൻസിറ്റി 0യിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ലൈറ്റ് ഈസ് പാർഷ്യലി പോളറൈസ്ഡ്. അപ്പം 3 കേസാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ, ഇഫ് ദ ലൈറ്റ് ഈസ് എ പോളറൈസ്ഡ് ലൈറ്റ്,
analyzer rotating, intensity gradually decreases. Finally, if the analyzer is perpendicular to the polarizer, that intensity becomes 0. If the light is unpolarized light, analyzer is rotating, so all the time this intensity remains a constant. If it is partially polarized, analyzer rotating, this emergent light intensity gradually decreases but never 0. അതൊരിക്കലും intensity 0 ആകുന്നില്ല. So we can say that the light is partially polarized എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷനിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ആംഗിൾ ബിറ്റ്വീൻ ദ പോളറൈസർ ആൻഡ് അനലൈസർ അത് ചേഞ്ച് ചെയ്യുന്നതിന് അനുസരിച്ച് രണ്ടുപേരും പാരലാണെങ്കിൽ ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും ഇഫ് ദ ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ആണെങ്കിൽ. ദെൻ 90 ഡിഗ്രി ആകുമ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി 0 ആയിട്ട് മാറും. അപ്പോൾ അനലൈസറും പോളറൈസറും തമ്മിലുള്ള ആംഗിൾ മാറുന്നതനുസരിച്ച് എമർജൻ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ദ എമർജൻ്റ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ബിറ്റ്വീൻ ദ അനലൈസർ ആൻഡ് പോളറൈസർ. ക്ലിയർ? അപ്പോൾ ഇൻറ്റൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ലോ ഉണ്ട്. ദ ലോ ഈസ് നോൺ ആസ് ദി മാലസ് ലോ. സോ മാലസ് ലോ സ്റ്റേറ്റ് ദാറ്റ് the intensity of emergent light is directly proportional to the square of the cosine of the angle between the analyzer and the polarizer. So this is the polarizer that is represented by P1, and this is analyzer that is represented by P2. The angle between P1 and P2 is represented by theta. This angle changes, the intensity of the emergent light also changes. So that relation is known as the law of Malus. So when a completely plane polarized light beam is incident on an analyzer, then intensity of emergent light varies as the square of the cosine of the angle between the analyzer and the polarizer. That is, I is directly proportional to cos square theta. Here I is the intensity of the emergent light is here. From this equation we can write I is equal to I0 cos square theta. Here I0 is the intensity of the light falls on the analyzer. For example, പോളറൈസർ അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണ്. നമുക്കറിയാം അൺപോളറൈസ്ഡ് ലൈറ്റ് ഫസ്റ്റ് പോളറൈസറിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി മസ്റ്റായിട്ടും I0 ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഹാഫ് ആയിട്ട് മാറും. ഓർത്തോണം, വെൻ എ അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് passes through a polarizer, that intensity becomes half I0 by 2 ആയിരിക്കും. ഈ I0/2 ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റാണ് അനലൈസറിലേക്ക് ഫാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ I0 എന്ന് പറയുന്നത് I0 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ I0 എന്ന് പറയുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല. ദാറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ ദി പോളറൈസർ ആയിരിക്കും, അല്ലെങ്കിൽ പോളറോയിഡ് ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കേണ്ട പോയിന്റ്, പോളറൈസറിൽ കൂടെ അൺപോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ I0/2 ഹാഫ് ആയിട്ട് മാറും. ഓക്കെ, I0/2 ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വന്നാണ് അടുത്ത പോളറൈസറിലേക്ക് ഫാൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് എമർജൻ്റ് ലൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ I0 കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. ഇവിടെ I0 എന്ന് പറയുന്നത് I0/2 ആയിരിക്കും. ഓക്കെ ആണല്ലോ കണ്ടീഷൻ. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ദ first and second Polaroid or analyzer and polarizer are parallel to each other, so that intensity becomes maximum. If theta is equal to 90 degree, that means analyzer and polarizer are perpendicular.
that is known as the crossed arrangement is there. At that time, intensity becomes minimum. So this law is known as the Malus law. Malus law means the intensity of the emergent light is directly proportional to the square of the cosine of the angle between the analyzer and polarizer. The angle between the analyzer and polarizer is changes, the emergent light intensity also changes. Okay, thank you.